നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്കൊരു ചെറുപയർ തോരൻ ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കുക്കർ എടുത്ത് കഴുകി നമുക്ക് ഈ ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, ചെറുപയർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് ഇത് ഒന്നാമത്തെ കാര്യം, നമുക്ക് പെട്ടെന്ന് ഒത്തിരി സാധനങ്ങളൊന്നും ഇതിന് വേണ്ട. നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ പെട്ടെന്നാകും. നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, കുറച്ച് ഉപ്പിടണം കേട്ടോ ഇതിനകത്ത്. നമ്മളുടെ ചെറുപയർ വെന്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങയും കുറച്ച് പച്ചമുളകും ഒരു വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞളും, ഇത്രയും സാധനം മതി. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകട്ടെ. വളരെ കുറച്ച് സാധനം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വത്തലമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് ചെറിയുള്ളിയും കുറച്ച് കരിയാപ്പിലയും, ഇത്രയും സാധനങ്ങൾ മതി. ഓക്കെ, ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ചതച്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. അരച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുകിടാം. കടുക് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ചുമന്ന മുളകിടാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കരിയാപ്പില ഇടാം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ, വെളുത്തുള്ളിയെല്ലാം, കരിയാപ്പിലയും ഉള്ളിയും എല്ലാം കൂടെ നമുക്കിടാം. നല്ലതായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ചെറിയുള്ളി ഇടുമ്പോഴേ അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അല്പം ഉപ്പിടാം കേട്ടോ. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടത് കൊണ്ട് അതിൽ കൂടുതൽ ഇടേണ്ട കാര്യമില്ല. നല്ലതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ചെറിയുള്ളി ഇടുമ്പോൾ ചെറിയുള്ളിയുടെ ഒരു ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇഞ്ചി ഇട്ടാലും ഇഞ്ചിക്ക്, അതായത് ഇഞ്ചി ക്വാണ്ടിറ്റി കൊണ്ടമാനം ഇടരുത്, വളരെ കുറച്ച് ഇടാവുള്ളൂ. അപ്പം അതിനൊരു പ്രത്യേക ഫ്ലേവർ വരും ആ കറി. അത് നമ്മൾ കണ്ടമാനം ഇട്ട് കഴിഞ്ഞാൽ അത് പോയി, അത് സംഗതി അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ കുറച്ചേ ഇടാവുള്ളൂ. അതിന് വലിയൊരു നല്ല ടേസ്റ്റ് വരും അതിന്. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്യണം. പിന്നെ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ഞാൻ കറി ലീഫ്, അതായത് കരിയാപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് നമുക്കിടാം. ഒട്ടുമുക്കാലും ആൾക്കാർ പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യാറുള്ളത്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ, അതായത് നമ്മൾ ഈ വെളുത്തുള്ളിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആ പച്ചച്ചൊവയൊന്ന് മാറും. ഈ പച്ചച്ചൊവ മാറിക്കഴിഞ്ഞാൽ അതിന് പ്രത്യേക വേറൊരു ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. അല്ലാത്തവരാണെങ്കിൽ ആദ്യം ഇട്ട് പിന്നെ കടുക് തളിക്കുകയുള്ളൂ. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഒന്ന് നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ പ്രത്യേക കാര്യം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വ്യൂസ് വരുന്നുണ്ട് ചെറുതായിട്ട്, പക്ഷേ എനിക്ക് സബ്സ്ക്രൈബ് ഒന്നും കിട്ടുന്നില്ല. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഇതിനിപ്പം ആഡ് ചെയ്തു. ഞാൻ നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. എത്ര പെട്ടെന്ന് ഇത് ശരിയായെന്ന് കൂട്ടുകാരെ നിങ്ങളൊന്ന് നോക്കിയേ. ഇത് ഒരു 15 മിനിറ്റ് മതി. ഇതിപ്പം ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നെങ്കിൽ പോലും ഒരു 15 മിനിറ്റ് പോലും വേണ്ട. ഇത്രയും ഈ ചെറുപയർ തോരൻ ഉണ്ടാക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. വളരെ ടേസ്റ്റ്, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ മണമുണ്ടല്ലോ ചെറുതായിട്ട്, അത് ഭയങ്കര ടേസ്റ്റായിട്ട് വരുന്നുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്.